ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിയുണ്ട ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പോൾ അരിയുണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പലഹാരമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ചേരുവകൾ ഇതിനാവശ്യമായിട്ട് വരുന്നുള്ളൂ. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മളിതാ ഉരുളി അടുപ്പത്ത് വെച്ചാൽ അത് അടി കട്ടിയുള്ള പാത്രമാണ് കേട്ടോ. അത് നമ്മളിതാ കഴുകി വെച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് വറവായി കിട്ടും കേട്ടോ. അപ്പോൾ അരി കൊണ്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിയാണ് കേട്ടോ. നമുക്കിതിന് ഏത് അരി വേണമെങ്കിലും എടുക്കാം. നമ്മളെ കയ്യിലിപ്പോൾ കുറുവരിയോ പിന്നെ പൊന്നി അരിയോ അല്ലെങ്കിൽ ഇതിൽ മട്ടരി ആണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിൽ കുറുവരിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അരി നന്നായിട്ട് ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിൽ വരണം കേട്ടോ അരി വറുത്തെടുത്തിട്ട്. ഇനി നമുക്കിത് ആറിയ ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ് കേട്ടോ. അധികം ഈ ചേരുവകളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അരി വറുത്തെടുക്കുന്ന സമയം മാത്രമേ വേണ്ടൂ കേട്ടോ. അല്ലാതെ അതിലും പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. അപ്പോൾ അതെല്ലാവരും ഇത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിന് നമ്മൾ അരി വറുത്തതിലേക്ക് ആറിയ ശേഷം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് 4-5 വരെ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് അരി വറുത്തെടുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതിലേക്ക് ഈ അളവിലൊരു ശർക്കര എടുത്തിരിക്കുന്നത്. ഇതിലൊരു 4 അച്ച് ശർക്കരയാണ്. ശർക്കര നമ്മൾ ഇടിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ ഇതാ തേങ്ങ കേട്ടോ. എത്രത്തോളം കൂടുതൽ മധുരം വേണോ അത്രയും നമുക്ക് ശർക്കര എടുക്കാം കേട്ടോ. പിന്നെ നാം ഇതിലേക്ക് തേങ്ങ അതേപോലെ തന്നെയാണ്. എത്രത്തോളം കൂടുതൽ എടുക്കണോ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ശേഷം എന്താ ഇതിലേക്ക് ഇനി ശർക്കരയും തേങ്ങയും കൂടി ഈ അരിപ്പൊടിയും കൂടി നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാം കേട്ടോ മിക്സർ ജാറിലിട്ടിട്ട്. എന്നാൽ ഇതിനൊരു പ്രത്യേക സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ നേരെ ഇത് ഈ അരിപ്പൊടി വറുത്തെടുത്ത് പൊടിച്ച ശേഷം നേരെ ഇതിലേക്ക് തേങ്ങയും ശർക്കര ഉരുക്കിയും കൂടി ആക്കുമ്പോൾ നമുക്ക് ഹാർഡാവും കേട്ടോ. അത് അരിയുണ്ട് ഹാർഡായിരിക്കും. നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ ഹാർഡായി വരും. ഇത് നമ്മൾ എത്ര നേരം വെക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ അരി പൊടിച്ച മിക്സർ ജാറിലേക്ക് തന്നെ വീണ്ടും അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും ശർക്കരയും ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്കത് കൈ കൊണ്ടൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കാതെ തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പരുവത്തിലായി കിട്ടും കേട്ടോ. എന്താ ഇത് ഇപ്പോൾ നമ്മൾ കൈ കൊണ്ടാക്കിയെടുത്ത ശേഷം ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബൗൾ രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബൗൾ രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ആക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ കയ്യിൽ ഇങ്ങനെ ഉരുട്ടുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം അങ്ങനെ ബോൾ രൂപത്തിലാക്കി എടുക്കാം കേട്ടോ. നമ്മളത് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ അളവിൽ അരിയും ശർക്കരയും തേങ്ങയും എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 19 എണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.